വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വരുന്നത് അമേരിക്കയിൽ ഒരു പുതിയ ചരിത്രം പിറവിയെടുക്കുകയാണ്. ലോക പ്രശസ്ത ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഒരു കുടിയേറ്റ മുസ്ലിം സാരഥി ന്യൂയോർക്കിലെ മേയറായി വിജയിക്കാൻ പോകുന്നു എന്ന ചരിത്രം അമേരിക്കയിൽ പിറവിയെടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നവംബർ 4-നാണ് അവസാനവട്ട വോട്ടെടുപ്പെങ്കിലും പ്രഖ്യാപനമെങ്കിലും നിലവിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ 50%-ലധികം വോട്ടുകൾ നേടിക്കൊണ്ട് മംദാനി വിജയിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള പ്രചാരണം. നിലവിൽ മംദാനിക്ക് 44%-ലധികം പേരുടെ പിന്തുണ ഉണ്ട്. സ്വതന്ത്രനായി മത്സരിക്കുന്ന ക്യൂമോക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് 34%, ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി കർട്ടിസ് സ്ലീവ 11% വോട്ടുകൾ നേടിക്കൊണ്ട് തൊട്ടു പിറകിലായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം മംദാനി വിജയിക്കാൻ പാടില്ലെന്ന് നിർബന്ധമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി പലതരത്തിലും അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് മംദാനി വളരെ അത്ഭുതാർഹമായിട്ടുള്ള ലീഡ് തന്നെ അവിടെ കൈവരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയിലെ ബോയ് മേയർ എന്നാണ് സഹറാൻ മംദാനിയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വ കാലഘട്ടവും പ്രചരണ കാലവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പല തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടും ട്രംപ് തന്നെ പലതവണ നേരിട്ട് മംദാനിയെ ഇകഴ്ത്തിക്കൊണ്ടും അദ്ദേഹം ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയക്കാരനാണ് എന്ന തരത്തിലൊക്കെ വളരെ മ്ലേച്ഛമായി ചിത്രീകരിച്ചുകൊണ്ടുമൊക്കെ മംദാനിക്കെതിരെ ക്യാമ്പയിൻ നടത്തിയത് നമ്മളറിയാം. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ഉടൻ അദ്ദേഹത്തിന് 1% മാത്രം പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത് എന്നോർക്കണം. എന്നാൽ നിരന്തരമായ ഈ അറ്റാക്കുകൾ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു. അറ്റാക്ക് വന്നപ്പോൾ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ച ശൈലിയാണ് അമേരിക്കക്കാരിൽ അദ്ദേഹത്തെ ആകൃഷ്ടനാക്കിയത് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുകൾ വരികയാണ്. കേവലം 34 വയസ്സ് മാത്രമാണ് മംദാനിക്കുള്ളത്. എന്നാൽ ഈ 1% പിന്തുണയിൽ നിന്ന് ജൂൺ മാസമായപ്പോഴേക്കും 43% ആളുകളുടെ പിന്തുണ നേടി അമേരിക്കൻ രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു കളഞ്ഞു അദ്ദേഹം എന്നാണ്. ഇതോടെ ട്രംപ് ഭീഷണിയുമായി വീണ്ടും രംഗത്ത് വരികയും ഫെഡറൽ ഫണ്ട് ന്യൂയോർക്ക് സിറ്റിക്ക് അനുവദിക്കില്ലെന്ന് വരെ പറയുകയും ചെയ്തതും. എന്നാൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണയുള്ള മംദാനി ട്രംപിന്റെ ഈ ഭീഷണിയെ വളരെ ശക്തമായി മറികടക്കുന്നതുമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. മംദാനി വിജയിച്ചോ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം തന്നെ വിജയിക്കുവാനുള്ള സാധ്യത മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്, മറ്റട്ടിമറികളൊന്നുമില്ലെങ്കിൽ. നവംബർ 4-ന് അന്തിമ വിധിയും പോളിംഗും ഒക്കെ നടക്കേണ്ട കാര്യം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. 50% വോട്ടുകളെങ്കിലും അദ്ദേഹം നേടി വിജയിക്കും എന്നാണ് ഇപ്പോൾ പറയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് മംദാനിയുടെ വിജയത്തിലേക്ക് വളരെ പ്രധാനമായും എത്തിച്ചത് എന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പങ്കുവെക്കുകയാണ്. അദ്ദേഹം ഊന്നിയ ഒരു കാര്യം സിറ്റിയിലെ ജീവിത ചിലവ് കുറക്കുക, സാധാരണക്കാർക്ക് ജീവിത ചിലവ് കുറക്കുക എന്നൊരാശയം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ക്യാമ്പയിനുകൾ നടത്തിയത്. അതിൽ അദ്ദേഹം ഒരു വലിയ കണ്ടെത്തൽ നടത്തി. ന്യൂയോർക്ക് നഗരത്തിൽ 3,50,000 മില്യണർമാരും 123 ശതകോടീശ്വരന്മാരുണ്ട് എന്നാണ്. ഇവരിൽ നിന്നുള്ള ടാക്സ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരിൽ നിന്ന് ടാക്സ് പിരിച്ച് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ന് വെച്ചാൽ പട്ടിണി പാവങ്ങളോ അല്ലെങ്കിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വളരെ മികച്ച ഒരു തീരുമാനമായി മാറുകയാണ്. നഗരത്തിലെ ജനസംഖ്യയുടെ 1/4 നിത്യജീവിതം തള്ളി നീക്കുന്നവരായതിനാൽ ഇവരെ ചേർത്ത് നിർത്തിയുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തി. പ്രധാനമായും 4 പേരടങ്ങുന്ന ഒരു കുടുംബം പ്രതിവർഷം $47,000 അതിൽ കൂടുതലോ ഒക്കെ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. ഏകദേശം 20 ലക്ഷം ആളുകൾ അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരാണ്. ഇവരുടെ 4 വർഷത്തെ വാടക മരവിപ്പിച്ചുകൊണ്ടാണ് മംദാനി കളം പിടിക്കുന്നത്. കൂടാതെ തുടർ പ്രഖ്യാപനങ്ങൾ വരികയാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ശിശു സംരക്ഷണം ഏർപ്പെടുത്തും. ഇത് ജോലി ചെയ്തു വരുന്ന കുടുംബത്തിന് ഏറെ സഹായകമായി. ബസ്സുകളിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തി. മറ്റൊരു പദ്ധതിയാണ് ഭക്ഷ്യവില കുറയ്ക്കൽ. ഓരോ ബറോയിലും ഒരു സർക്കാർ നടത്തുന്ന ഗ്രോസറി സ്റ്റോർ സ്ഥാപിക്കുക എന്നതിനും വലിയ സ്വീകാര്യത കിട്ടി. 2030 ന്യൂയോർക്കിലെ മിനിമം വേതനം മണിക്കൂറിൽ 30 ആക്കുക. നിലവിൽ ന്യൂയോർക്കിൽ ഇത് $16 ഒരു മണിക്കൂറിന് വെച്ച് കിട്ടുന്നത്. ഇത് $30 മാറ്റുക എന്ന പ്രഖ്യാപനത്തിനും വലിയ കയ്യടി യുവാക്കൾക്കും
ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ ഇടയിൽ ഉണ്ടായി എന്നതാണ്. അതോടൊപ്പം മറ്റൊരു പദ്ധതിയാണ് ഗ്രീൻ സ്കൂളുകൾ. 500 പബ്ലിക് സ്കൂളുകളിൽ സോളാർ പാനലുകളും ഗ്രീൻ സ്പേസുകളും സ്ഥാപിക്കുക, ക്ലൈമറ്റ് റെസിലിയൻസ് ഹബ്ബുകൾ ഉണ്ടാക്കുക തുടങ്ങിയ ജനകീയ പദ്ധതികൾ മംദാനി മുന്നോട്ട് വെക്കുകയാണ്. ഇവിടെ ഇത്തരം പദ്ധതികളൊക്കെ പ്രചരിപ്പിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ ക്യാമ്പയിൻ നടത്തുന്നതിനുമൊക്കെയായി വലിയൊരു ടീം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏകദേശം അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ 30,000-ഓളം വോളണ്ടിയർമാരും പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ ഏകദേശം മൂർധന്യതയിലേക്ക് കടന്നപ്പോൾ 50,000 വോളണ്ടിയർമാരുമാക്കി അദ്ദേഹത്തിൻ്റെ ടീമിനെ ഉയർത്തി തയ്യാറാക്കി നിർത്തി എന്നാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാറ്റത്തിൻ്റെ സൂചന തന്നെ മംദാനി നൽകുകയാണ്. ഓരോ ക്യാമ്പയിനുകളും വ്യത്യസ്തമായിരുന്നു. കൂടുതലും പരമ്പരാഗത രാഷ്ട്രീയ പ്രചാരണ ശൈലിയിൽ നിന്ന്, പരമ്പരാഗത രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നിന്ന്, ക്യാമ്പയിൻ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി മംദാനിയേക്കാൾ പ്രായം കുറഞ്ഞ യുവാക്കൾ സ്റ്റാർ ക്യാമ്പയിനർമാരായി പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി എന്നാണ് അമേരിക്കക്കാർക്കിടയിൽ ഇപ്പോഴുള്ള വലിയ സംസാരം. ഇതിനെ അത്ഭുതത്തോടെയാണ് അമേരിക്കക്കാരും അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കൻ രാഷ്ട്രീയം നോക്കി കാണുന്ന ലോക മാധ്യമങ്ങളും ഒക്കെ വിലയിരുത്തുന്നത്. ന്യൂയോർക്കിലെ 40% കുടിയേറ്റക്കാരോ ദക്ഷിണേഷ്യൻ വംശജരോ ഒക്കെയാണ്. അവരുടെ നിരന്തര പിന്തുണ മംദാനിക്ക് ലഭിച്ചു. കൂടാതെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പിന്തുണയും മംദാനിക്ക് ലഭിച്ചു. ഏവരെയും ആകർഷിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളുമാണ് മറ്റൊന്ന്. മംദാനിയുടെ മീമുകൾ, മംദാനിയുടെ ട്രോളുകൾ, മംദാനിയുടെ പ്രസ്താവനകൾ, മംദാനിയുടെ ആരോപണങ്ങൾ, മംദാനിയുടെ നിലപാടുകൾ, വിലയിരുത്തലുകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്നുള്ളതാണ്. മംദാനിയോട് വെല്ലുവിളിക്കുമ്പോൾ അദ്ദേഹം അതിന് നൽകുന്ന മറുപടികൾ കേൾക്കാൻ വേണ്ടി മാത്രം ആളുകൾ സോഷ്യൽ മീഡിയ തുറന്നു വെച്ച് കാത്തിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചില പോസ്റ്റുകളും ചില ഇടപെടലുകളുമൊക്കെ അത്രമേൽ യുവാക്കൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും പ്രായവ്യത്യാസമില്ലാതെയും ഒക്കെ ആകർഷകമായിരുന്നു. ആളുകൾ അതിനെ ആസ്വദിച്ചിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മംദാനിയെ പരാജയപ്പെടുത്താൻ കൊണ്ട ശ്രമങ്ങൾ അമേരിക്കയും ഇസ്രയേലിലെ ജൂത ലോബികളുമൊക്കെ കൈക്കൊണ്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഫലസ്തീൻ വിഷയത്തിൽ ഗസക്കൊപ്പം ഫലസ്തീനൊപ്പം വളരെ ശക്തമായി മംദാനി നിലകൊണ്ടു എന്ന് മാത്രമല്ല, ഇസ്രയേലിന് ഈ ഘട്ടത്തിൽ അമേരിക്കയിലുള്ള എതിർപ്പിനെ മംദാനി വളരെ സമർത്ഥമായി ഉപയോഗിച്ചു എന്നതുകൊണ്ടും ജൂത ലോബി വളരെ ശക്തമായി മംദാനിക്കെതിരെ നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ സെമിറ്റിക് മതങ്ങളോട് വിരോധമുള്ള ആളാണ് മംദാനി എന്നും മതഭ്രാന്തനാണ് മംദാനി എന്നുമുള്ള വിശേഷങ്ങൾ നിരന്തരം ഇത്തരം ലോബികളുടെ ഭാഗമായി ഇദ്ദേഹം കേൾക്കേണ്ടി വന്നു. ഏതായിരുന്നാലും ട്രംപുമായുള്ള നിരന്തര കൊമ്പ് കോർക്കലിനൊടുവിൽ മംദാനി പക്ഷം വിജയത്തിലേക്ക് എത്തുമ്പോൾ ആ വിജയം ന്യൂയോർക്കിലെ മാത്രം വിജയമല്ല, ഒരു പക്ഷേ ബൈഡന് ശേഷം ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന പുതിയൊരു ലീഡറായി മംദാനി ന്യൂയോർക്ക് മേയർ പദവി മാറ്റിയേക്കാം എന്ന്, അല്ലെങ്കിൽ മംദാനിയെ ന്യൂയോർക്കിലെ മേയർ പദവി എന്നത് മാറ്റിയേക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള സംസാരം. ഏതായിരുന്നാലും ഔദ്യോഗിക ഫലപ്രഖ്യാപനം നവംബർ 4 നടക്കുകയാണ്. ഒരു പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയൊരു നേതാവ് പിറവിയെടുക്കുകയാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഹ്ലാദ ആരവങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള ട്വീറ്റുകളും വീഡിയോകളും ഒക്കെ ഇപ്പോൾ ട്വിറ്ററിലും എക്സിലും മറ്റുമൊക്കെ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും അന്തിമ വിധി എങ്ങനെയാകും എന്നത് ഔദ്യോഗികമായിട്ട് തന്നെ വരേണ്ടതുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. Way2Nikah.com, the exclusive Muslim matrimonial site.